നമസ്കാരം. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി അവഗണനയ്ക്കെതിരെ ഇന്നലെ രാത്രി 12 മണി മുതൽ പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി 12 മണി വരെയാണ്, അതായത് 24 മണിക്കൂറാണ് പണിമുടക്ക്. കേരളത്തിൽ അത് ഏതാണ്ട് ബന്ദിന് തുല്യമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളോ സർക്കാർ വാഹനങ്ങളോ ഓടുന്നില്ല. കടകളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുന്നു. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ ആളുകൾക്ക് ഭയമാണ്. ഫാക്ടറികളും ബാങ്കുകളും പോസ്റ്റ് ഓഫീസുകളുമൊക്കെ അടഞ്ഞു കിടക്കുന്നു. ഈ വൃത്തികെട്ട പണി കൊണ്ട് ഒരു തൊഴിലാളിയുടെയും ജീവിതാവസ്ഥയിൽ ഒരു മാറ്റവും വരില്ല എന്ന് തൊഴിലാളികൾക്കറിയാം. എന്നാൽ തൊഴിലാളികൾക്ക് വേണ്ടി തങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ, ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കുക എന്നതല്ലാതെ ഇവർക്ക് മറ്റു വഴികളെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ലാത്തത് കൊണ്ടാണ് ജനത്തെ വെറുപ്പിക്കുന്ന ഈ വൃത്തികെട്ട പരിപാടിക്കിറങ്ങിയത്. കേന്ദ്രത്തിന്റെ നയങ്ങളിൽ അപാകതയുണ്ടെങ്കിൽ, ആ നയങ്ങൾ തൊഴിലാളി വിരുദ്ധമാണെങ്കിൽ, നിങ്ങൾ ഒരു ദിവസം പണിമുടക്കിയത് കൊണ്ട് അതിന് എന്തു പരിഹാരമുണ്ടാവും എന്ന് തിരിച്ചറിയണം. നമ്മളൊരു സമരം പ്രഖ്യാപിക്കുമ്പോൾ ആ സമരം വഴി ആ സമരത്തെ നേരിടേണ്ടവർ പ്രതിസന്ധിയിലാവും. അവർക്ക് തെറ്റിതിരുത്തേണ്ടി വരും എങ്കിൽ മാത്രമേ ആ സമരത്തിന് പ്രസക്തിയുള്ളൂ. 24 മണിക്കൂർ പണിമുടക്കുന്നത് വഴി നഷ്ടമുണ്ടാകുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് മാത്രമാണ്. സർക്കാർ സ്പോൺസേഡ് സമരമായതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ലാഭക്കച്ചവടമാണിത്. ഒരു ദിവസം ജോലിക്ക് പോവാതെ വീട്ടിലിരുന്നാൽ ജോലിയെടുത്ത ശമ്പളം അവർക്ക് നമ്മുടെ നികുതി പണത്തിൽ നിന്നും സർക്കാർ കൊടുക്കും. കാരണം ഈ സമരത്തെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ നാട്ടിലെ സർക്കാരാണ്. നമ്മുടെ നികുതി പണം നഷ്ടപ്പെടുക മാത്രമല്ല, ഓരോ ദിവസവും പണിയെടുത്തു ജീവിക്കുന്ന പാവങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാവും. കൂലിപ്പണിക്കാരനും പച്ചക്കറി കച്ചവടക്കാരനും മീൻ കച്ചവടക്കാരനുമൊക്കെ അവൻ അധ്വാനിച്ചുണ്ടാക്കി സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കാനേ കഴിയൂ. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി മീൻ പിടിച്ചുകൊണ്ട് വന്നാൽ അതാരും വാങ്ങില്ലാത്തത് കൊണ്ട് അവർക്ക് പണി ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ഓരോ ദിവസവും ഓട്ടോറിക്ഷ ഓടിച്ച് ആ ദിവസത്തെ ചെലവുകൾ കണ്ടെത്തുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ഈ നാട്ടിലുണ്ട്. അവരെയൊക്കെ പ്രതിസന്ധിയിലാക്കാം എന്നല്ലാതെ ഇതുകൊണ്ട് ഗുണമുള്ളത് ജോലി ചെയ്യാതെ ശമ്പളം കിട്ടുന്ന ജനദ്രോഹികളായ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ്. ഇതിനിടയിലാണ് നമ്മൾ വ്യത്യസ്തമായ ശബ്ദം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിൽ നിന്നും കേൾക്കുന്നത്. ഗണേഷ് കുമാർ പറഞ്ഞു, KSRTC ജീവനക്കാർ സന്തുഷ്ടരാണ്. അവർക്ക് ഇപ്പോൾ കൃത്യമായി ശമ്പളം കിട്ടുന്നുണ്ട്. വാസ്തവത്തിൽ അത് എത്രമാത്രം ശരിയാണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട്. KSRTC മുമ്പോട്ട് കൊണ്ടുപോകുന്ന എംപാനൽ ജീവനക്കാരോട് ഇപ്പോഴും അവഗണന തന്നെയാണ്. അവർക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നില്ല. സ്ഥിരം ജീവനക്കാരുടെ കാര്യമാണ് മന്ത്രി പറയുന്നത്. എന്തായാലും സ്ഥിരം ജീവനക്കാർക്ക് പോലും സമയത്ത് ശമ്പളം കിട്ടുന്നത് വലിയ കാര്യമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും KSRTC ജീവനക്കാർ പണിമുടക്കില്ല എന്നാണ് മന്ത്രി ആദ്യം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചത്. കാരണം ഇതൊരു പൊതുഗതാഗതമാണ്. ഒരു സമരം അവരൊഴിവാക്കും, തൊഴിലാളികൾ അതിനകത്ത് ഒഴിവാക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അവർക്ക് എപ്പോഴും സമരം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല KSRTCക്കുള്ളത്. കഴിഞ്ഞ തവണ ഒരു സമരം അവർ ചെയ്ത ദിവസം 6% ആളുകൾ മാത്രമേ സമരത്തിൽ പങ്കെടുത്തുള്ളൂ. ബാക്കി 94% ജീവനക്കാരും ഹാജരായി എന്ന് പറയുന്നത് KSRTCയുടെ മാറുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ തന്നെ CPIM നേതൃത്വം സടകുടഞ്ഞെണീറ്റു. ഞങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോൾ ഞങ്ങൾ നടത്തുന്ന പണിമുടക്കിനെ തള്ളിപ്പറയാൻ നീ ആരെ എന്ന് ചോദിച്ചുകൊണ്ട് അവർ ഗണേഷ് കുമാറിനെതിരെ രംഗത്ത് വന്നു. LDF കൺവീനറും മുൻ മന്ത്രിയുമായ TP രാമകൃഷ്ണൻ ഗണേഷ് കുമാറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പണിമുടക്കിൽ KSRTC ജീവനക്കാരും പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. KSRTCയിൽ സാധാരണ പോലെ തന്നെ പണിമുടക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. KSRTC പൂർണ്ണമായി നാളെ സ്തംഭിക്കുകയാണ്. ആന്റണി രാജുവിന്റെ കാലത്തായിരുന്നെങ്കിൽ സ്വാഭാവികമായും തെറ്റിദ്ധരുത്തിക്കൊണ്ട് രാജു രംഗത്ത് വരുമായിരുന്നു. പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ശരി, താൻ മനസ്സിലാക്കാതെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് തടിയൂരുമായിരുന്നു. എന്നാൽ KSRTC എങ്ങനെയെങ്കിലും നന്നാക്കാൻ ശ്രമിക്കുന്ന ഗണേഷ് കുമാർ LDF കൺവീനറുടെ തിട്ടൂരത്തിന് വഴങ്ങിയില്ല. ഗണേഷ് കുമാർ അതിശക്തമായ നടപടിയുമായി രംഗത്ത് വന്നു. ഈ പണിമുടക്ക് അനാവശ്യമാണ്. ആര് പണിമുടക്കിയാലും അവർക്ക് ഡേസ് നോൺ ബാധകമാണ്. എന്ന് വെച്ചാൽ അവർ പണിയെടുത്ത ദിവസത്തെ ശമ്പളം മാത്രമല്ല, ഒരു അധിക ദിവസത്തെ ശമ്പളം കൂടി കട്ട് ചെയ്യും എന്നാണ് മന്ത്രിയുടെ പ്രസ്താവന. ഈ പ്രസ്താവനയ്ക്കനുസൃതമായി KSRTC മാനേജിംഗ് ഡയറക്ടർ ഉത്തരവും ഇറക്കിയിട്ടുണ്ട്. സിവിൽ സർജന്റെ റാങ്കിലുള്ള ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്താൽ മാത്രമേ അവധി കൊടുക്കാവൂ. എല്ലാ ഓഫീസിലും ആവശ്യത്തിന് ജീവനക്കാർ വേണം. വാഹനങ്ങൾ കൃത്യമായി ഇറങ്ങണം. വരാത്തവരുടെ ലിസ്റ്റ് തരണം. 11 മണിക്ക് മുമ്പ് മുടങ്ങിയ ഷെഡ്യൂളുകളുടെ കണക്ക് വേണം. കാന്റീനുകൾ പ്രവർത്തിക്കണം തുടങ്ങിയ കർശന നിർദ്ദേശത്തോടെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം KSRTC MD ഉത്തരവിറക്കി. പോയി പണി നോക്ക് എന്നാണ് CPMന്റെ നിലപാട്. ആ നിലപാട് ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇന്ന് KSRTC രംഗത്തില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മന്ത്രിയുടെ വാക്കിന് KSRTC ജീവനക്കാർ പുല്ലുവില കൊടുക്കുന്നു. മന്ത്രിയോട് പോയി വേറെ പണി നോക്കൂ,
ഞങ്ങൾ നാട്ടുകാരെ പറ്റിച്ച് പിടിച്ചു പറിച്ചു ജീവിക്കും, നിങ്ങളാരാണ് ചോദിക്കാൻ, നിങ്ങൾ വേറെ പണി നോക്കൂ എന്ന് പ്രഖ്യാപനം. ഇതിൻ്റെ മറ്റൊരു വശമാണ് ഇന്നലെ നമ്മൾ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് കണ്ടത്. CPIM ഭരിക്കുന്ന നാട്ടിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ മതിൽ ചാടിക്കടന്ന് വൈസ് ചാൻസലറുടെ ഓഫീസ് വരെ എത്തി വൃത്തികേടുകളും വധഭീഷണിയും മുഴക്കി ഈ SFI കുഞ്ഞുങ്ങൾ ചെയ്തത് പോലീസുകാരുടെ ലാത്തി പിടിച്ചു മേടിച്ച് അവരെ തല്ലുന്ന കാഴ്ചയാണ്. അതായത് പോലീസിനെ തല്ലാനുള്ള ധൈര്യം SFIക്കാർക്കുണ്ട്, മന്ത്രിയെ തള്ളിപ്പറയാനുള്ള ധൈര്യം KSRTC ജീവനക്കാർക്കുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ അവസ്ഥ. സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്നവർക്ക് പോലും വിശ്വാസമില്ലാത്ത അവസ്ഥ. ഒരു സമരം നടക്കുമ്പോൾ ആ സമരത്തിൻ്റെ ഭാഗമായി പൊതുഖജനാവ് മുടിപ്പിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കൂട്ടുനിൽക്കുകയും അതിനെ എതിർക്കാൻ ശ്രമിക്കുന്ന മന്ത്രിക്കെതിരെ രംഗത്ത് വരികയും ചെയ്യുന്നത് പോലെ തന്നെ ക്രമസമാധാന നില പാടെ തകർത്തുകൊണ്ട് പോലീസിനെ ലാത്തി കൊണ്ട് തല്ലുന്ന തരത്തിലേക്ക് SFI കുഞ്ഞുങ്ങൾ മാറുന്ന അവസ്ഥ. അരാജകത്വത്തിൻ്റെ നാൾ വഴികളിലേക്ക് കേരളം ഇറങ്ങി നടന്നു തുടങ്ങിയിരിക്കുന്നു എന്നതിന് തെളിവാണ് SFIക്കാർ പോലീസിനെ തല്ലുന്നതും KSRTC ജീവനക്കാർ മന്ത്രിയെ ഭരിക്കുന്നതും വ്യക്തമാക്കുന്നത്. എന്നിട്ടും ഗണേഷ് കുമാർ എന്തുകൊണ്ട് ഇത്രയും കർക്കശമായ നിലപാടെടുത്തു എന്ന് മാത്രമാണ് അറിയേണ്ടത്. ഗണേശിന് ഒരുപക്ഷെ മടുത്തു കാണും. ഏതാണ്ട് 1.5 വർഷം മുമ്പാണ് ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തത്. ഇനി ഗണേഷ് കുമാറിന്റെ മുമ്പിൽ 1 വർഷം കൂടി ബാക്കിയില്ല. ഈ കാലയളവിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ഗണേഷ് ആഗ്രഹിച്ചെങ്കിൽ കുറ്റം പറയാൻ കഴിയില്ല. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ഗണേശ് വ്യക്തിപരമായ സ്വഭാവത്തിന്റെ പേരിൽ പേരുദോഷം കേൾപ്പിച്ചെങ്കിലും ഒരു കാലത്ത് രാജിവെക്കേണ്ടി വന്നെങ്കിലും മന്ത്രി എന്ന നിലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചിരുന്നു. മന്ത്രി എന്ന നിലയിൽ തീരുമാനങ്ങൾ എടുക്കാൻ മുഖ്യമന്ത്രിയുടെ അനുമതി പോലും ഗണേഷ് കുമാറിന് ആവശ്യമുണ്ടായിരുന്നില്ല. ഇവിടെ സ്വന്തമായി ഒരു തീരുമാനവും എടുക്കാൻ കഴിയാതെ വരുന്നു എന്ന് മാത്രമല്ല, KSRTCക്ക് ഗുണകരമായ നീക്കങ്ങൾ പോലും അട്ടിമറിക്കുന്ന സാഹചര്യം ഒരുപാട് ക്ഷമിച്ചും സഹിച്ചും കഴിയുന്ന മന്ത്രി ഗണേഷ് കുമാർ ഒരുപക്ഷെ സർക്കാരിനോട് പരസ്യയുദ്ധത്തിനിറങ്ങിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അല്ലെങ്കിൽ LDFന്റെ കൺവീനർ പരസ്യമായി തള്ളി പറഞ്ഞപ്പോൾ മൗനം പാലിക്കുക പോലും ചെയ്യാതെ KSRTCക്ക് വേണ്ടി രംഗത്ത് വരികയും പണിമുടക്കിനെ പരസ്യമായി തള്ളിപ്പറയുകയും ചെയ്തത് എന്തുദ്ദേശത്തിലാണ്? ഗണേഷ് കുമാർ കട്ടയ്ക്ക് കളത്തിലിറങ്ങിയാൽ പിണറായി വിജയൻ വെള്ളം കുടിക്കുമെന്ന് തീർച്ച. കാരണം അല്ലെങ്കിൽ തന്നെ ജനങ്ങൾക്കിപ്പോൾ പിണറായിയെയും ഈ സർക്കാരിനെയും കണ്ടുകൂടാ. കള്ളം മാത്രം പറയുന്ന, നുണ മാത്രം പ്രചരിപ്പിക്കുന്ന, തിന്മ മാത്രം ചെയ്യുന്ന, അഴിമതിയിൽ ആറാടി കുളിച്ചു നീന്തുന്ന ഈ സർക്കാരിനെതിരെ സർക്കാരിൽ ഒരു മന്ത്രി കൂടി രംഗത്ത് വന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടന്റ് രംഗത്ത് വരികയും മറ്റൊരു മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം ഇടിഞ്ഞു വീഴുകയും ചെയ്തപ്പോൾ ഉണ്ടായ പ്രതിസന്ധി സർക്കാരിന് അറിയാവുന്നതേ ഉള്ളൂ. ഒരു മന്ത്രി തന്നെ യുദ്ധപ്രഖ്യാപനം നടത്തിയാൽ ഈ സർക്കാരിൻ്റെ മാനം എവിടെ പോയി നിൽക്കുമെന്ന് ഊഹിക്കാം. എന്നാൽ ഗണേഷ് കുമാർ സർവ്വതും മടുത്തെന്നും ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതിൽ ഭേദം നട്ടലുയർത്തിപ്പിടിച്ച് പുറത്തേക്ക് പോകുന്നതാണ് എന്നും ചിന്തിച്ചു തുടങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെയാണ് LDF കൺവീനറെ തള്ളി മന്ത്രി ഗണേഷ് കുമാർ ഇപ്പോൾ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്.